വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇത് പുതിയൊരു ടൈപ്പ് വീഡിയോ ട്രയൽ ചെയ്യാനോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുക്കുന്നതാണ്. സോ ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. നമുക്ക് ഇപ്പം നല്ല മഴയാണ്. ഇപ്പം നല്ല മഴ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്നും പറയാനില്ല, വലിയ രീതിയിലുള്ള മഴയും കാറ്റും തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. സോ എന്താണ് ഇതിൻ്റെ മെയിനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോർമൽ ഞാനൊരു യൂഷ്വൽ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഓക്കെ, ഞാനൊരു സ്റ്റാൻഡപ്പ് ആയിട്ടുള്ള ഒരു രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാറ്. ബട്ട് ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നത്, നമുക്കൊരു ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിലാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത്. സോ ഓക്കെ, ഏറ്റവും ആദ്യം തന്നെ എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷനായിട്ട് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത്. അല്ലേ, സോവറിൻ ഗോൾഡ് ബോണ്ട് നമുക്കറിയാം നമ്മുടെ സ്വർണ്ണത്തിലാണ് നിക്ഷേപം പോകുന്നത്, പക്ഷേ അതൊരു ഡിജിറ്റൽ വേയിലാണ്. അതായത് നമുക്ക് ഫിസിക്കലായിട്ട് ഗോൾഡോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ബട്ട് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് മുഴുവൻ നമ്മൾ ഗ്രാമിലാണ്, ഓരോ ഗ്രാമിലുമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. സോ ഇത് ഗവൺമെൻറ് RBI ഡയറക്റ്റായിട്ട് ഇറക്കുന്ന ഒരു കടപ്പത്രമാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അവിടെയും നമുക്കൊരു പ്ലസ് പോയിന്റ് ഇതിൽ വരുന്നുണ്ട് അല്ലേ. നമുക്കൊരു എന്താ പറയുക, നമ്മളിപ്പം ഇതൊരു ഫ്രീക്വൻറ്റ് ടൈമിൽ എല്ലാ സമയത്തും നമുക്കിത് വാങ്ങിക്കാൻ പറ്റില്ല. RBI അനൗൺസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് പീരീഡിൽ മാത്രമേ നമുക്ക് ഇത് അനൗൺസ് ചെയ്ത സമയത്ത് മാത്രമേ നമുക്കിത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു ഗ്രാമിന് എത്രയാണോ റേറ്റ് പറഞ്ഞിരിക്കുന്നത് ആ റേറ്റിനനുസരിച്ച് നമുക്ക് 1 ഗ്രാം മുതൽ നമുക്ക് മേടിക്കാൻ പറ്റും. അത് നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. 8 വർഷമാണ് ഇതിൻ്റെ കാലാവധി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇയറിലും നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു 2.5% വെച്ചിട്ട് നമുക്കൊരു റിട്ടേൺ തരികയും ചെയ്യും. അതായത് ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് തിരിച്ച് തരികയും ചെയ്യും. ആ 8 വർഷം കഴിയുമ്പോൾ അതിൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ആ സമയത്ത് എത്രയാണോ റേറ്റ് ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് ലഭിക്കും. ഓക്കെ, സോറി, ഇടയ്ക്കൊരു ലാഗ് വരുന്നുണ്ട്, നല്ല മഴയുണ്ട് ഇവിടെ. സോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡ് സൈഡിലൊക്കെ ഇവിടെ വയലുകളാണ്, വയലിൽ മൊത്തം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. സോ ഓക്കെ, നമ്മുടെ ബാക്ക് ടു പോയിന്റിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമുക്കൊരു ഏറ്റവും 2017 ആണ് RBI ഇതിൻ്റെ ഫസ്റ്റ് സ്കീം അനൗൺസ് ചെയ്തത്. ഓക്കെ, സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തത് 2017 ആ സമയത്ത് എത്രയാണ് ഗോൾഡിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നതെന്നറിയോ? അതായത് നമുക്ക് ആ സമയത്ത് 1 ഗ്രാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് 2900 രൂപയാണ് ഏകദേശം ഒരു റേറ്റ് ഉണ്ടായിരുന്നത്. 2914 അങ്ങനെ എത്രയാണ്, 54 ആ സമയത്ത് 1 ഗ്രാമിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. സോ ഇപ്പോൾ അതായത് 2025 മെയ് മാസത്തിൽ ഇത് മെച്യൂർ ആവുകയാണ്. അതായത് ആ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞ് 2025 മെയ് 9 ഇതിൻ്റെ ഫസ്റ്റ് സ്കീമിൻ്റെ മെച്യൂരിറ്റി വന്നേക്കുന്നത്. ആ സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയ റിട്ടേൺ എത്രയാണെന്ന് അറിയും. അതായത് ഇപ്പം നമുക്കറിയാം ഗോൾഡിൻ്റെ റേറ്റ് നല്ല കൂടിയിട്ടാണുള്ളത്, നല്ല ഹയസ്റ്റ് ലെവലിലാണുള്ളത്. സോ ഇപ്പം ആ ഒരു കാൽക്കുലേഷൻ വന്നേക്കുന്നത് ഏകദേശം 9700 ആണ് ഒരു ഗ്രാമിൻ്റെ വില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൂല്യം വന്നിരിക്കുന്നത്, അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താക്ക് ഇപ്പോൾ അതിൻ്റെ വാല്യൂ ഏകദേശം ഒരു 9.5 ലക്ഷം ആയിട്ടുണ്ടാവും. അതേസമയം ഈ 3 ലക്ഷം രൂപയുടെ 2.5% വെച്ച് എല്ലാ വർഷവും അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. അതായത് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താക്കി ഏകദേശം ഒരു 15 ലക്ഷത്തോളം രൂപ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ വാല്യൂ ഉണ്ടാവും. സോ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പം ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണം. കാരണം ഗോൾഡിൻ്റെ റേറ്റൊക്കെ ഹയസ്റ്റ് സൈഡിലേക്ക് പോകുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്കീം ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. തന്നെ അറിഞ്ഞു വെക്കുക. എല്ലാവരും ചാടി കയറി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം, നമുക്ക് വിചാരിച്ച കാര്യത്തിലൊന്നും റിട്ടേൺ കിട്ടിയെന്ന് വരില്ല. സോ ഇമ്മീഡിയറ്റ് റിട്ടേൺ കിട്ടാതെ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പാനിക് ആവുകയും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്കിൽ തന്നെ, അതായത് ലോസിൽ തന്നെ അവരത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. സോ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് നിലവിലുള്ളത് എന്നുള്ളത് നോക്കാം.
ഒബ്വിയസ്ലി നമുക്ക് ഈ പറഞ്ഞ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് SIPs ആണ്. SIPs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലോങ് ടേമിലേക്കാണ് ചെയ്യേണ്ടത് എന്ന് കരുതി നമ്മളിപ്പോൾ ഒരു SIP സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു 6 മാസം കൊണ്ട് അത് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞ് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം SIPs എപ്പോഴും നമുക്കൊരു ബെനിഫിറ്റായി വരണം, ഒരു ബെനിഫിഷ്യൽ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് ലോങ് ടേം ആയിട്ട് അത് ഹോൾഡ് ചെയ്യണം, അത് കണ്ടിന്യൂ ചെയ്യണം. SIP ചെയ്യുന്നതാണെങ്കിൽ കൂടി നമുക്കൊരു നല്ല പേഷ്യൻസ് ഉണ്ടാകണം, നമ്മൾ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ SIPs കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച റിട്ടേൺസ് നമുക്ക് ആ സമയത്ത് കിട്ടുകയുള്ളൂ. സോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ ബോണ്ട്സ്, നമ്മുടെ നോർമൽ ബോണ്ടുകൾ അല്ലെ, ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്ന ബോണ്ടുകൾ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. സോ അതിലും പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൽ റിസ്ക് ഫ്രീ ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കുക. അതൊക്കെ നമ്മുടെ കയ്യിലാണുള്ളത്. ഓക്കെ, ബോണ്ടുകൾ എപ്പോഴും നല്ലത് തന്നെയാണ് എന്ന് കരുതി എല്ലാ ബോണ്ടുകളും നല്ലതാവണമെന്നില്ല. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോ ഒരിക്കലും നിങ്ങൾക്കൊരു ടൈം പാസ് വീഡിയോ ആയിട്ട് വരില്ല. കാരണം ഒരു പർപ്പസ്ഫുള്ളി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു എഡ്യൂക്കേഷണൽ എലമെന്റ് എപ്പോഴും അതിലുണ്ടാവും. സോ നിങ്ങളൊരു ക്ലിയർ ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അത് ഏതും ആയിക്കോട്ടെ, ബാങ്കിങ് സർവീസസ് എന്ത് കാറ്റഗറി ആയിക്കോട്ടെ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാം, ഈ ചാനൽ ഫോളോ ചെയ്യാം. സോ അത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് തന്നെയായിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്. താങ്ക് യു. ഡു വാച്ച്, സബ്സ്ക്രൈബ്.